ഞാൻ ഈ വീഡിയോന്റെ കൂടെ ഒരു പോസ്റ്റർ വെക്കാൻ ന്യൂസിന്റെ അതിൽ തിരുവനന്തപുരത്ത് പോത്തങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കഞ്ചാവ് മാഫിയനെ കുറിച്ച് പോലീസിൽ അറിയിച്ചതിന് കഞ്ചാവ് മാഫിയ യുവാക്കളെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അതായത് ഈ ലഹരിനെ കുറിച്ച് വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് പോലീസിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ ഈ നമ്പറിൽ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ അറിയിക്കുന്ന ആളെ കുറിച്ചുള്ള വിവരങ്ങൾ അത് പല സംഭവങ്ങളിലും ഉണ്ട്. ഇപ്പോൾ പിന്നെ ലഹരിക്കടത്ത് മാത്രമല്ല, സ്വർണ്ണക്കടത്ത്, ഹവാല പോലുള്ള ഇടപാടുകളിലൊക്കെ ഈ നമ്പറിൽ അറിയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളെ വിളിക്കുന്ന ആളെ വിവരങ്ങൾ പുറത്തു വിടില്ലെന്നാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, പോലീസിൽ വിളിച്ചു പറഞ്ഞൊരു കാര്യം, നിങ്ങളെ വിശ്വസിച്ച് പോലീസിനെ വിശ്വസിച്ചിട്ട് വിളിച്ചു പറഞ്ഞൊരു കാര്യം എങ്ങനെ ലഹരി മാഫിയ അറിഞ്ഞു? ആര് പറഞ്ഞിട്ട് എങ്ങനെ അറിഞ്ഞു? ഇതിന് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് പോലീസിൽ തന്നെയുള്ള ആളുകൾ ആരോ ഈ വിവരം പുറത്തു വിട്ടതാ. അല്ലാതെ എങ്ങനെയാണ് ഈ ലഹരി മാഫിയക്ക് ഇത് അറിയാൻ മാത്രമുള്ള സോയിസോ കാര്യങ്ങളൊക്കെ ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരാള് പോലീസിനെ വിശ്വസിച്ച് പിന്നെ ഇങ്ങനൊരു വിവരം കൈമാറുന്ന സമയത്ത് ആ വിവരം ഇങ്ങനെ പുറത്തു പോയി. അപ്പം ഞാൻ ഇത്തരം പ്രവണതകൾ തുടർന്നു കഴിഞ്ഞാൽ എങ്ങനെ, എന്ത് വിശ്വസിച്ചിട്ടാണ് ജനങ്ങൾ പോലീസിനെ പിന്നെ ഇത്തരം വിവരങ്ങൾ അറിയിക്കുക? ജനങ്ങളെ ജീവനും അതേപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു സുരക്ഷ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് കിട്ടാൻ പോകുന്നത്? അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് പോലീസ് സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ ഇതിപ്പം വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുള്ളൂ, ഒരു പക്ഷേ ഇത് കൊലപാതകത്തിലേക്ക് വരെ എത്തിച്ചേരും. ഇന്ന് കേരളത്തിൽ ഇത്രത്തോളം രൂക്ഷമായിട്ട് ലഹരി മാഫിയ അഴിഞ്ഞാടുന്ന സമയത്ത് ഇത്തരം സമീപനങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന്, ഇത്തരം വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും ലഹരി മാഫിയക്ക് കുറച്ചുകൂടെ എന്താ പറയുക പടർന്ന് പന്തലിക്കാനുള്ള ചാൻസ് കൊടുക്കുക. ജനങ്ങൾ ആരും പിന്നെ ഇത്തരം വിവരങ്ങൾ കൈമാറാൻ പേടിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഈ വിവരങ്ങൾ കൈമാറാൻ മടിക്കുന്നുള്ള ഉറപ്പ് തന്നെയാണ്.